ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ എനിക്കിതിന് പ്രോത്സാഹനം തന്ന അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കുട്ടിക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് വികസിപ്പിച്ചെടുക്കാൻ പ്രോത്സാഹനം കൂടിയേ തീരും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കഴിവുകളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികൾ അവരവരുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ വർഷം ഈ സ്കൂളിലെ എൻ്റെ അവസാനത്തെ അധ്യയന വർഷമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മധുരമാർന്ന ഒരു കാലഘട്ടമാണ് അയാളുടെ സ്കൂൾ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ വർഷം എനിക്ക് നേരിട്ട് വന്ന് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. എങ്കിലും ഇപ്പോഴെങ്കിലും ടീച്ചർമാരെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഈ സ്കൂളിന്റെ മൈതാനവും മാവും ഒക്കെ പ്രകൃതിയുടെ വരദാനമാണ്. ഈ ഇൻസ്പയർ അവാർഡിന് എനിക്ക് പ്രോത്സാഹനം തന്ന മേഖല ടീച്ചർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിച്ചു പോകുന്ന മയ്യ ടീച്ചർ എനിക്ക് പാഠ്യതല പ്രവർത്തനങ്ങളിൽ ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു ടീച്ചറാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെഹ്റുവിന്റെ വേഷത്തിൽ സ്റ്റേജിൽ വരാനും മറ്റു നാടകങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിക്കുന്നതിലുള്ള എല്ലാവിധ സഹായ സംവിധാനങ്ങളും ചെയ്തു തന്നതിലുള്ള പ്രധാന പങ്ക് വഹിച്ചത് മരിയ ടീച്ചർ തന്നെയാണ്. ഏറ്റവും രസകരമായ രീതിയിലായിരുന്നു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഞാനും ടീച്ചറുടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഈ സ്കൂളിനും ഒരുപാട് നേട്ടങ്ങൾ ടീച്ചർ തന്നിട്ടുണ്ട്. പിന്നെ ഈ സ്കൂളിന്റെ എല്ലാമായ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ഷാൻഡി ഫിലിപ്പ്, എല്ലാ അധ്യാപകരും എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കലോത്സവത്തിലെ പ്രസംഗത്തിൽ പങ്കെടുക്കാനും സമ്മാനം നേടാനും എല്ലാവിധ സഹായ സംവിധാനങ്ങളും ചെയ്തു തന്ന സിസ്റ്റർ ജൂലിമായ, ഊർജോത്സവത്തിൽ എനിക്ക് പ്രോത്സാഹനം തന്ന മോളി ടീച്ചർ എന്നിവരൊക്കെ എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഈ അധ്യാപകരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.